ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ ഏഷ്യാമലോ. അപ്പോൾ യൂഫി അവളോട് പറയും, ഏതായാലും ലേറ്റായി നമുക്ക് പോവാം, അന്നെ ഞാൻ വീട്ടിലാക്കി തരാം. അപ്പോൾ അവൾ വേണ്ട, ആവശ്യമില്ല, എനിക്ക് എന്തായാലും ടാക്സി കിട്ടും. ഷോൻ പറയും കാറ് കയറി. ഷോൾ പറയും വേണ്ട, ഞാൻ കയറുന്നില്ല, ഒന്ന് വെക്കോളി പറയും. ഷോൻ കേൾക്കില്ല. അവൻ പിന്നെ പറയും കാറിൽ കയറാനല്ലേ പറയണത് പറയും, അല്ലേ ഞാൻ സ്വന്തമായിട്ട് പോയിക്കോളാം, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല പറയും. അപ്പോൾ യൂഫി പിന്നെ റിപ്പീറ്റ് ചെയ്യും, ഞാൻ കാറ് കയറാനാണ് പറഞ്ഞത്. അങ്ങനെ അവസാനം അവൾ കാറ് കയറും. അങ്ങനെ അവളിങ്ങനെ പോകുമ്പോൾ ചെല്ലാൻ പറയും, സിസ്റ്റർ സോങ് താങ്ക് യു എന്നിട്ട് പറയും, ഇത്ര ലേറ്റായിട്ട് ഉള്ള ഡിസ്റ്റർബ് ചെയ്തതിൽ ഞാൻ ക്ഷമ വയ്ക്കുകയാണെന്ന് പറയും. പക്ഷേ സിസ്റ്റർ സോങ്ങിന് ഒരിക്കലും പറ്റിയിട്ടുണ്ടാവില്ല. ഓൾ ഉണ്ടാവും അങ്ങനെ ഇരുന്ന് സംസാരിച്ചോ ഓൾ ഈ കാറ് കയറി ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. ഓളെന്ത് ചെയ്യും, ഒന്നും റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ സിസ്റ്റർ സോങ്ങിന് അത് ഇഷ്ടമായില്ല നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഉള്ള സ്ഥലത്ത് ഇറങ്ങുമ്പോൾ പിന്നെയും ചെന്നിട്ട് പറയും, സോറി ഞങ്ങൾ ഡിസ്റ്റർബ് ആക്കിയില്ല പറയും. അപ്പോൾ സിസ്റ്റർ സോങ് പറയും, ഇത് ലാസ്റ്റ് ടൈമാണ്, ഇനി മേലെ നീ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് വരും. എന്നിട്ട് കാറെടുത്ത് പോകും. അങ്ങനെ യൂഫിൻ്റെ വീട്ടിലെത്തുമ്പം സിസ്റ്റർ സോങ് ഒരു ലെറ്റർ എടുത്ത് കൊടുക്കും. എന്നിട്ട് പറയും, ഞാൻ ഇത് കൊണ്ട് വെയിറ്റ് ചെയ്യാൻ നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടിയാൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വരും. അപ്പം ആ നേരത്താണ് ഓൾ അതിൻ്റെ ഇടയിൽ കൂടി കയറി വന്നവർ ചെല്ലാൻ പറ്റിയിട്ട്. എന്നിട്ട് യൂഫി വാങ്ങി നോക്കും. അപ്പോൾ നോക്കുമ്പോൾ അവന് അഡ്മിഷൻ കിട്ടിയ ലെറ്റർ ആയിരിക്കും, അതും സ്കോളർഷിപ്പോട് കൂടി. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെ സിസ്റ്റർ സോങ് തമ്മിൽ ഹഗ് ചെയ്യും. അപ്പം യൂഫി അറിയും, എൻ്റെ കൂടെ ഈ ഒരു കാര്യത്തിൽ എൻ്റെ കൂടെ എപ്പോഴും നിന്നതിന് താങ്ക് യു എന്ന് പറയും. ദെൻ നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. അപ്പം ലെൻചേനിയനെ കുറിച്ചിട്ടൊരു പോസ്റ്റർ വന്നിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും വായിക്കായിരിക്കും. അതായത് ഒരു ബാർ മെയ്ഡായിട്ട് അടുത്ത സർവീസ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ആളായിട്ട് ചെല്ലിയാൻ വർക്ക് ചെയ്തതിനെ കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കളിയാക്കി പറയും, ഓളത്ര നമ്മൾ വിചാരിച്ചില്ലേനി, ഓളൊരു ബാറിൽ ഇങ്ങനെ വർക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരും ഓളെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയും. അപ്പോൾ ഓൾ പൈസക്ക് വേണ്ടി എന്ത് ചെയ്യൂലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ യൂഫി അവയിൽ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ യൂഫി നേരെ കാണുന്നതായിരിക്കും ഈ പോസ്റ്റർ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഓനെ എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കും ജസ്റ്റ്. എന്നിട്ട് ചെല്ലാനെ കാണിക്കണത്. ചെല്ലാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ കെഷാനും ക്യോജോനും കാണും. അപ്പോൾ ഓളെ ഒരു എക്സ്പ്രഷൻ കാര്യം ഓളിങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ചൊന്നും ഇല്ല. കാണുമ്പോൾ എന്താ പറ്റി വെക്കും. അപ്പോൾ പറയും, ഞാൻ ഇന്നലെ വരെയൊക്കെ ഉറങ്ങിയില്ല, അതുകൊണ്ടാണ് പറയും, ഞാൻ ക്ലാസ് പോയിട്ട് പറഞ്ഞിട്ട് പോകാൻ നിൽക്കും. അന്നേരത്ത് കെഷാൻ അവിടെ പിടിച്ച് വെക്കും പോലെ പറഞ്ഞിട്ട്. കാരണം ഓൾക്ക് ഈ ഒരു കാര്യം അറിയാം. ക്യോജോ പറയും, അല്ലെങ്കിൽ നമുക്ക് ഔട്ടിങ്ങിന് പോയാലോ ചോദിക്കും. അപ്പോൾ ഓളറിയും അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടെന്ന്. ഇവർ ഓളെ അവിടെ പിടിച്ച് വെക്കുന്നത് എന്താ വെച്ചാൽ ഓള് ഇനി ക്ലാസ് പോയി എല്ലാവരും കളിയാക്കും. കാരണം ചെല്ലാതിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ക്യോജോ വേഗം എന്ത് ചെയ്യും, അവനക്ക് കാല് വേദന കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോകണം പറഞ്ഞിട്ട് അഭിനയിക്കും. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അവർ പോകാൻ നോക്കും. അങ്ങനെയെങ്കിലും ഓൾ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കിയിരിക്കും. പക്ഷേ അപ്പോൾ പെട്ടെന്നാണ് ഒരു അനൗൺസ്മെൻറ്റ് തന്നെ, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ലെസിനിയൻ ഇപ്പം തന്നെ ഓഫീസ് വരണം എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യും. അത് കേൾക്കുമ്പോൾ അവരെല്ലാവരും അവിടെ സ്റ്റോപ്പ്. ഓഫീസിൽ ചെല്ലുമ്പം അവിടുന്ന് പ്രൊഫസർ കാര്യങ്ങൾ ഈ പോസ്റ്റർ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പറയും, ഇത് എന്നല്ലേ ഇതിനെ കുറിച്ചിട്ടൊരു എക്സ്പ്ലനേഷൻ കൊണ്ടുവരും. അപ്പം കെഷാൻ പറയും അത് ഫേക്ക് ആയിരിക്കും പറയും. അപ്പോൾ ഉള്ളൊരു ഇത് ഫേക്കല്ല, പക്ഷേ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം പറയും. 3 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ തന്നില്ലെങ്കിൽ ഈ സ്കൂളിൽ നിന്ന് ക്വിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയും. ഞാൻ യൂഫിനെ കാണിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ സോങ് പറയും, ആരായിരിക്കും നല്ല ചെയ്തിട്ടുണ്ടാവുക, അവളോട് എത്ര ദേഷ്യമുള്ള ആരായിരിക്കും പറയും. മിക്കവാറും അത് യോമിങ്ങായിരിക്കും. എന്നാൽ കൈക്കൂലി കൊടുത്ത ആ വിഷയത്തിൽ വരും. അപ്പോഴേക്കും അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പോലെ നിൽക്കും. പറയും, എനിക്ക് അന്ന് കോമ്പറ്റീഷനിലുണ്ടായിന് അവൾക്ക് കാര്യങ്ങൾ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വേണം പറയും. അപ്പോൾ സിസ്റ്റർ സോങ് പറയും, അത് ബുദ്ധിമുട്ടില്ല, ഞാൻ എടുത്തരാറ്. എന്നിട്ട് ഓളറിയും, ഏതായാലും നല്ലോണം ചേഞ്ച് ആയിനാറ്. അപ്പോൾ യൂഫി അറിയും, അയ്യോ വെറുതെ ഇങ്ങനെ ചിന്തിക്കണമെന്ന് തോന്നുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഡേ ആണ്. അപ്പം യായോമീനെ ഇങ്ങനെ യൂഫി വെയിറ്റ് ചെയ്യണ്ടാവും. അങ്ങനെ യായോമിക അവിടേക്ക് ഇങ്ങനെ കുറച്ച് ഡിമാൻഡൊക്കെ ഇട്ടാണെന്നാണ്, എന്താ ഇപ്പം ഇന്ന് എന്നെ കാണാനുണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് അത് വരും. അപ്പം യൂഫി അറിയും ചെല്ലാനെ വെറുതെ വിട്ടേക്കാറ്. അപ്പോൾ എന്തിനെന്ന് ചോദിക്കും അങ്ങനെ. ദെൻ ചെല്ലാൻ്റെ വീട് കാണിക്കണേ. അവിടെ ഒരു മമ്മിയും ഡാഡൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും ഈ വിഷയം. അവിടെ ഓലിങ്ങനെ ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക ആകതായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാവും. അപ്പം ഓളച്ഛൻ പറയും, എനിക്ക് മോളെ കാര്യത്തിലൊരു വിശ്വാസമില്ലേക്ക് പറയും. എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, നാളെ ലാസ്റ്റ് ഡേ, നമ്മളിപ്പോൾ എന്താ അതിന് ചെയ്യുക എന്ന് ചോദിച്ചിട്ട് ഓളാകെ അങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കണ്ടാവും. അപ്പം അച്ഛന് ഷെന്യാൻ്റെ അടുത്ത് നിന്നിട്ട് പറയും, ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും ഒപ്പരം ഡീൽ ചെയ്യാം, എന്തായാലും ഇപ്പം കൂടിപ്പോയാൽ സ്കൂളിൽ നിന്ന് ക്വിറ്റ് ചെയ്യണം എന്നല്ലേ ഉള്ളൂ, ഈ പേടിക്കേണ്ട, എനിക്ക് എന്തായാലും നല്ല ടാലൻ്റ് ഉണ്ട്, എൻ്റെ മോളെ കഴിവ് കാര്യങ്ങൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട്.